നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ സെന്റ് ആൽബർട്ട്സ് കോളേജ്. ഉയർന്ന മരങ്ങളും തണൽ വിരിച്ച നടപ്പാതകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ചേർന്ന ആ കലാലയം എക്കാലത്തും യുവത്വത്തിന്റെ ആഘോഷങ്ങളുടെ കേന്ദ്രമായിരുന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ ക്യാമ്പസിലാകിയ വിദ്യാർത്ഥികളുടെ ആരവങ്ങളും ചിരികളും നിറഞ്ഞു നിന്നു. സ്വപ്നങ്ങളുടെയും സൗഹൃദങ്ങളുടെയും പുതിയ അധ്യായങ്ങൾ രചിക്കപ്പെടുന്ന ഇടം. ആഡംബരപൂർണമായ കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലുമായി വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരുന്നു. വില കൂടിയ വസ്ത്രങ്ങളും ആധുനിക ഫാഷനുകളും ക്യാമ്പസിനെ ഒരു വർണ്ണപ്പകിട്ടുള്ള വേദിയാക്കി മാറ്റി. എന്നാൽ ഈ ആഘോഷങ്ങൾക്കും വർണ്ണങ്ങൾക്കും ഇടയിൽ തികച്ചും വ്യത്യസ്തയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഗൗരി. ആ പേരിലെ ലാളിത്യം പോലെ തന്നെ ജീവിതത്തിലും അങ്ങേയറ്റം ലാളിത്യം കാത്തു സൂക്ഷിച്ചവൾ. അവളുടെ വസ്ത്രങ്ങൾ പഴയതായിരുന്നെങ്കിലും എപ്പോഴും വൃത്തിയുള്ളതായിരുന്നു. മുഖത്ത് കൃത്രിമമായ ചമയങ്ങളൊന്നുമില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ജീവിതത്തോട് പൊരുതി നേടാനുള്ള ഒരു അദമ്യമായ ആഗ്രഹത്തിന്റെ തിളക്കം. എന്നാൽ സഹപാഠികൾ അവളെ നോക്കിയിരുന്നത് ഒന്നുകിൽ സഹതാപത്തോടെയോ അല്ലെങ്കിൽ കടുത്ത പരിഹാസത്തോടെയോ ആയിരുന്നു. കാരണം ഗൗരിയുടെ നടത്തം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. ഒരു കക്ഷത്തിൽ ഇറുക്കി പിടിച്ച പഴയൊരു ഊന്നുവടിയുടെ സഹായത്തോടെയായിരുന്നു അവൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചിരുന്നത്. ബാല്യത്തിൽ സംഭവിച്ച ഒരു വലിയ വാഹനാപകടമാണ് ഗൗരിയുടെ ഒരു കാലിന്റെ സ്വാധീനം എന്നേക്കുമായി കവർന്നെടുത്തത്. അന്നു മുതൽ ഈ ഊന്നുവടിയിലൂടെയാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വേദനകളും പരിഹാസങ്ങളും അവൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ചിലർ അവളെ കാണുമ്പോൾ മുഖം തിരിക്കും, മറ്റു ചിലർ പിന്നിൽ നിന്ന് അടക്കി ചിരിക്കും. ഇതൊന്നും അവളെ തളർത്തിയിരുന്നില്ല. ഒരുപക്ഷെ ഈ നിരന്തരമുള്ള പ്രതിസന്ധികളാകാം അവളെ കൂടുതൽ കരുത്തുറ്റവളാക്കിയത്. ദിവസവും നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള തന്റെ ചെറിയ വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി 2 ബസ്സുകൾ മാറി കയറിയാണ് അവൾ കോളേജിലെത്തിയിരുന്നത്. ബസ്സിലെ തിരക്കിൽ ഒരു കാലിൽ സന്തുലനം കണ്ടെത്തി നിൽക്കുമ്പോഴും അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാകും. പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത ഒരു പെൺകുട്ടി. ക്യാമ്പസിലെ വലിയ പടവുകൾ കയറുന്നത് അവൾക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഓരോ പടിയും കയറുമ്പോൾ അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയും, ശ്വാസം വേഗത്തിലാകും. എന്നിരുന്നാലും അവൾ ആരോടും സഹായം ചോദിച്ചിരുന്നില്ല. അവളുടെ ലോകം വളരെ ചെറുതായിരുന്നു. ക്ലാസ്സിലെ അവസാനത്തെ ബെഞ്ചിൽ അവൾക്കൊരു സ്ഥിരം സ്ഥാനമുണ്ട്. അവിടെ ഇരുന്ന് അവൾ പാഠഭാഗങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും. ഇടവേളകളിൽ മറ്റു കുട്ടികൾ ക്യാൻറ്റീനിലേക്കും മരച്ചുവടുകളിലേക്കും പോകുമ്പോൾ ഗൗരി തന്റെ ചെറിയ ചോറ്റുപാത്രവുമായി ആ ക്ലാസ് മുറിയുടെ ഏകാന്തതയിൽ തന്നെ ഇരിക്കും. അവൾക്ക് സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവളോട് വെറുമൊരു സഹതാപം മാത്രമായിരുന്നു. എന്നാൽ ഗൗരിക്ക് വേണ്ടത് സഹതാപമായിരുന്നില്ല, അംഗീകാരമായിരുന്നു. തന്നെയും ഒരു സാധാരണ പെൺകുട്ടിയായി ഈ സമൂഹം കാണണമെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് ക്യാമ്പസിലേക്ക് അവൻ എത്തുന്നത്. സിദ്ധാർത്ഥ്, നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏക അവകാശി. പണവും പ്രതാപവും സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേർന്നവൻ. കറുത്ത നിറമുള്ള ഒരു ആഡംബര കാറിലായിരുന്നു അവന്റെ വരവ്. അവൻ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ കണ്ണുകളും അവനിലേക്കായിരിക്കും. പെൺകുട്ടികൾ അവനുമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം പല വഴികളും തേടി. വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളും കൂളിംഗ് ഗ്ലാസും ധരിച്ച് അവൻ നടന്നു നീങ്ങുമ്പോൾ ക്യാമ്പസ് ഒന്നാകെ നിശബ്ദമാകുമായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥ് ആരോടും അനാവശ്യമായി സംസാരിക്കാറില്ല. അവന്റേതായ ഒരു ചെറിയ സുഹൃത്ത് വലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതം. പണത്തിന്റെ അഹങ്കാരം അവനില്ലായിരുന്നുവെങ്കിലും അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം പലരെയും അവനിൽ നിന്ന് അകറ്റി നിർത്തി. ഇതേ കോളേജിലെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു കാവ്യ. അതിസമ്പന്നയായ, സ്വന്തം സൗന്ദര്യത്തിൽ ഏറെ അഹങ്കരിക്കുന്ന പെൺകുട്ടി. ക്യാമ്പസിലെ എല്ലാ ആൺകുട്ടികളും തന്റെ പിന്നാലെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവൾ. സിദ്ധാർത്ഥ് കോളേജിലെത്തിയ അന്നു മുതൽ കാവ്യയുടെ പ്രധാന ലക്ഷ്യം അവനായിരുന്നു. സിദ്ധാർത്ഥിന്റെ പണവും തന്റെ സൗന്ദര്യവും ചേർന്നാൽ അത് ക്യാമ്പസിലെ ഏറ്റവും മികച്ച ജോഡിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. പലപ്പോഴും അവൾ അവനെ ആകർഷിക്കാൻ ശ്രമിച്ചെങ്കിലും സിദ്ധാർത്ഥ് അവൾക്ക് വലിയ പരിഗണനയൊന്നും നൽകിയില്ല. അവൻ തനിയെ തന്റെ അടുത്തേക്ക് വരുമെന്ന ഒരു അഹങ്കാരം കാവ്യയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു തിങ്കളാഴ്ച രാവിലെ കോളേജ് ഗേറ്റിൽ വലിയ തിരക്കനുഭവപ്പെടുന്ന സമയം. വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിലേക്ക് ധൃതി പിടിച്ചു നടക്കുന്നു. ഗൗരി തന്റെ പതിവ് ശൈലിയിൽ ഊന്നുവടിയുടെ സഹായത്തോടെ പതുക്കെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അവളുടെ തോളിൽ ഒരു വലിയ ക്യാൻവാസ് ബാഗ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തിരക്കിനിടയിൽ ആരോ അവളെ ശക്തിയായി തട്ടിമുട്ടി കടന്നുപോയി. ഗൗരിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ കഷ്ടിച്ച് നിലത്തേക്ക് വീഴാതെ നിന്നെങ്കിലും അവളുടെ തോളിലുണ്ടായിരുന്ന ബാഗ് താഴേക്ക് വീണു. ബാഗിന്റെ സിബ് തുറന്നുപോയതിനാൽ അതിലുണ്ടായിരുന്ന പുസ്തകങ്ങളും പേനകളും മറ്റ് പഠനോപകരണങ്ങളും നിലത്തേക്ക് ചിതറിത്തെറിച്ചു. ചുറ്റും 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പലരും ആ രംഗം കണ്ട് വെറുതെ നിന്നു. ചിലർ അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ആരും അവളെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ഊന്നുവടിയിൽ താങ്ങി നിൽക്കുന്നതിനാൽ അവൾക്ക് സ്വയം കുനിഞ്ഞ് ആ സാധനങ്ങൾ എടുക്കാൻ കഴിയുമായിരുന്നില്ല. അപമാനം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമുള്ള ലോകം അവളെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെ അവൾക്ക് തോന്നി. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അപ്പോഴാണ് ക്യാമ്പസ് ഗേറ്റിലൂടെ സിദ്ധാർത്ഥിന്റെ കാർ കടന്നു വന്നത്. കൂട്ടം കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ട അവൻ കാർ നിർത്തി പുറത്തിറങ്ങി. ആളുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ നിലത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങളും നിസ്സഹായയായി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഗൗരിയെയുമാണ് അവൻ കണ്ടത്. ഒരു നിമിഷം പോലും വൈകാതെ സിദ്ധാർത്ഥ് ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവിടെ എത്തി.
ആരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പിന്നീട് അവിടെ നടന്നത്. ക്യാമ്പസിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ആ യുവാവ് ആർക്കും വേണ്ടാത്ത ആ പെൺകുട്ടിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. നിലത്ത് ചിതറിക്കിടക്കുന്ന ഓരോ പുസ്തകങ്ങളും അവൻ സ്വന്തം കൈകൾ കൊണ്ട് ശ്രദ്ധയോടെ പെറുക്കിയെടുത്ത് ബാഗിലാക്കി. ഗൗരി അത്ഭുതത്തോടെ അവനെ നോക്കി. വേണ്ട, ഞാൻ എടുത്തോളാം, അവൾ പതർച്ചയോടെ പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥ് അതൊന്നും വകവെക്കാതെ ബാഗ് മുഴുവനായി അടുക്കി അവളുടെ നേരെ നീട്ടി. ചുറ്റും കൂടി നിന്നവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാവ്യയും അവളുടെ സുഹൃത്തുക്കളും ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നുപോയി. ബാഗ് ഗൗരിക്ക് നേരെ നീട്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് മൃദുവായി പറഞ്ഞു, വാ, ഞാൻ ക്ലാസ് വരെ കൊണ്ടാക്കാം. ഗൗരിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. സിദ്ധാർത്ഥ് അവളുടെ വേഗതയ്ക്കനുസരിച്ച് പതുക്കെ നടക്കാൻ തുടങ്ങി. ക്യാമ്പസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു രാജകുമാരൻ ഒരു പാവം പെൺകുട്ടിക്കൊപ്പം അവളുടെ ചെറിയ ചുവടുകൾക്കൊപ്പം നടന്നു നീങ്ങുകയായിരുന്നു. അസൂയയോടെയും അത്ഭുതത്തോടെയും ആ ക്യാമ്പസ് മുഴുവൻ അവരെ നോക്കി നിന്നു. പുതിയൊരു കഥയുടെ തുടക്കമായിരുന്നു അത്. ക്യാമ്പസിന്റെ പടവുകളിൽ അന്ന് ചിതറി വീണത് ഗൗരിയുടെ പുസ്തകങ്ങൾ മാത്രമായിരുന്നില്ല, ആ കലാലയത്തിലെ അലിഖിതമായ പല നിയമങ്ങളും കൂടിയായിരുന്നു. സിദ്ധാർത്ഥ് എന്ന പണത്തിന്റെയും പ്രതാപത്തിന്റെയും ലോകത്ത് ജീവിക്കുന്ന ഒരു യുവാവ് തികച്ചും സാധാരണക്കാരിയായ ഊന്നുവടിയുടെ സഹായത്താൽ നടക്കുന്ന ഗൗരിക്കൊപ്പം നടന്നു നീങ്ങിയ ആ നിമിഷം മുതൽ ക്യാമ്പസിലെ കാറ്റിന് പോലും അവരുടെ പേരുകൾ മന്ത്രിക്കാൻ ഒരു പ്രത്യേക താല്പര്യം ജനിച്ചതുപോലെ തോന്നി. ആ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു കൗതുകം മാത്രമായിരിക്കും അതെന്നാണ് പലരും കരുതിയത്. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിലും ആ കാഴ്ച ആവർത്തിക്കപ്പെട്ടു. എല്ലാ ദിവസവും രാവിലെ ഗൗരി വരുന്നത് കാത്ത് സിദ്ധാർത്ഥ് കോളേജ് ഗേറ്റ് നിൽക്കാൻ തുടങ്ങി. വില കൂടിയ തന്റെ കാർ ഒതുക്കി നിർത്തി സാധാരണക്കാരുടെ തിരക്കേറിയ സിറ്റി ബസ്സിൽ നിന്നിറങ്ങി വരുന്ന ഗൗരിക്ക് നേരെ അവൻ കൈകൾ നീട്ടി. ആദ്യമൊക്കെ കടുത്ത സങ്കോചത്തോടെ അവൾ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും സിദ്ധാർത്ഥിന്റെ നിർബന്ധത്തിന് മുന്നിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വന്നു. അവളുടെ ഭാരം നിറഞ്ഞ ബാഗ് അവൻ സ്വന്തം തോളിലിട്ടു. എന്നിട്ട് അവളുടെ ഊന്നുവടിയുടെ താളത്തിനൊപ്പിച്ച് വളരെ സാവധാനം അവൻ അവൾക്കൊപ്പം ക്ലാസ്സിലേക്ക് നടന്നു. ഗൗരിയുടെ മനസ്സ് വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇത്രയും കാലം തന്നെ ഒരു സഹതാപത്തിന്റെയോ പരിഹാസത്തിന്റെയോ രൂപത്തിൽ മാത്രം കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ ഇത്രയും വലിയൊരു പരിഗണന ലഭിക്കുമ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. സിദ്ധാർത്ഥിന്റെ സാമീപ്യം അവൾക്ക് ഒരു വശത്ത് ചെറിയൊരു ആശ്വാസം നൽകിയെങ്കിലും മറുവശത്ത് അവളിൽ വലിയൊരു ഭയം സൃഷ്ടിച്ചു. ഈ സ്വപ്നം പെട്ടെന്നൊരു നാൾ അവസാനിച്ചാൽ പിന്നെ തനിക്ക് ഈ ക്യാമ്പസിലെ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന ഭയം അവളെ വല്ലാതെ അലട്ടി. ക്ലാസ്സിലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അറിയാതെ സിദ്ധാർത്ഥിനെ തേടി. അവന്റെ നോട്ടം തന്നിലേക്ക് എത്തുമ്പോൾ അവൾ പെട്ടെന്ന് മുഖം തിരിക്കും. തനിക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ലോകത്ത് നിന്നുള്ള അതിഥിയാണ് അവനെന്ന് അവളുടെ യുക്തി അവളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അതേസമയം കോളേജിലെ വരാന്തകളിലും ക്യാൻറ്റീനിലും ഇവർ രണ്ടുപേരുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ കാവ്യയുടെ കാതുകളിലും എത്തി. സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും പര്യായമായി തന്നെ വിശേഷിപ്പിച്ചിരുന്ന കാവ്യയ്ക്ക് ഈ വാർത്ത ഉണ്ടാക്കിയ പ്രഹരം ചെറുതായിരുന്നില്ല. സിദ്ധാർത്ഥ് തന്നെ അവഗണിച്ചുകൊണ്ട് ക്യാമ്പസിലെ ഏറ്റവും അനാകർഷകയായ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് കാവ്യയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. അവളുടെ മനസ്സിൽ പകയുടെയും അസൂയയുടെയും കനലുകൾ ആളിക്കത്തി. ഇതൊരു നാടകമാണ്, എന്നെ അസൂയപ്പെടുത്താൻ വേണ്ടി സിദ്ധാർത്ഥ് മനഃപൂർവ്വം കളിക്കുന്ന ഒരു നാടകം. കാവ്യ സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. എങ്കിലും ഓരോ ദിവസവും അവർ ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവളുടെ ഉള്ളിലെ സമനില തെറ്റിത്തുടങ്ങിയിരുന്നു. ഇതിനൊരു അവസാനം കുറിക്കണമെന്ന് കാവ്യ ഉറപ്പിച്ചു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയം, ക്ലാസുകൾ കഴിഞ്ഞതിന് ശേഷം ലൈബ്രറിയുടെ പിന്നിലുള്ള പഴയൊരു ഇടനാഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു ഗൗരി. പെട്ടെന്ന് കാവ്യയും അവളുടെ 3 സുഹൃത്തുക്കളും വന്ന് ഗൗരിയുടെ വഴി തടഞ്ഞു. കാവ്യയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. അവൾ ഗൗരിയെ അടിമുടി ഒന്ന് അവജ്ഞയോടെ നോക്കി. എന്താ ഗൗരി, നിനക്കിപ്പോൾ നിലത്തൊന്നും കാലുറക്കുന്നില്ലേ? ക്യാമ്പസിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നിന്റെ ബാഗും ചുമന്ന് നടക്കുമ്പോൾ നിനക്ക് വലിയ അഹങ്കാരമായിരിക്കും അല്ലേ? കാവ്യയുടെ വാക്കുകളിൽ വിഷം കലർന്നിരുന്നു. ഗൗരി ഭയത്തോടെ അവളെ നോക്കി. എനിക്ക് മനസ്സിലായില്ല, അവൾ പതർച്ചയോടെ പറഞ്ഞു. കാവ്യ ഉറക്കെ ചിരിച്ചു. മനസ്സിലാക്കി തരാം. നീ വിചാരിക്കുന്നുണ്ടോ സിദ്ധാർത്ഥ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്? അവനെ പോലൊരു രാജകുമാരൻ, നിന്നെ പോലൊരു കാവ്യയുടെ കണ്ണുകൾ ഗൗരിയുടെ ഊന്നുവടിയിലേക്ക് നീണ്ടു. നിന്നെ പോലൊരുവളെ സ്നേഹിക്കാൻ മാത്രം അവന് ഭ്രാന്തൊന്നുമില്ല. എന്നോട് അവന് ഇഷ്ടമുണ്ട്, പക്ഷേ ഞാൻ അവന് വലിയ വില കൊടുത്തില്ല. അതുകൊണ്ട് എന്നെ കാണിക്കാനും അസൂയപ്പെടുത്താനും വേണ്ടി അവൻ കണ്ടെത്തിയ വെറും ഒരു കളിപ്പാവ് മാത്രമാണ് നീ. നിന്റെ ഈ കോലവും വെച്ച് അവനൊപ്പം നടക്കാൻ നിനക്ക് നാണമില്ലേ? സ്വന്തം മുഖം നീ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഗൗരിയുടെ ഹൃദയം പിളർക്കുകയായിരുന്നു. ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് ആരോ നെഞ്ചിൽ ആഞ്ഞു കുത്തിയതുപോലെ അവൾക്ക് തോന്നി. വർഷങ്ങളായി താൻ സ്നേഹിച്ചു പോന്ന വേദനകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇരട്ടിയായി തിരികെ വന്നതുപോലെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. തന്റെ വൈകല്യത്തെ ഇത്രയും ക്രൂരമായി ആരും ഇതുവരെ പരിഹസിച്ചിട്ടില്ല. അവളുടെ ഊന്നുവടി പിടിച്ച കൈകൾ വിറച്ചു. ഒരു വാക്കുപോലും തിരികെ പറയാനാകാതെ അപമാനഭാരത്താൽ തലകുനിച്ച് അവൾ അവിടെ നിന്നും വേഗത്തിൽ നടന്നു മാറി. അന്ന് രാത്രി അവളുടെ ചെറിയ വീട്ടിലെ മുറിയിൽ
തലയിണയിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. കാവ്യ പറഞ്ഞതാണ് ശരി. താനും സിദ്ധാർത്ഥവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്. താൻ വെറുമൊരു കളിപ്പാവയാകാൻ പാടില്ല എന്ന് അവൾ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ സിദ്ധാർത്ഥ് കോളേജ് ഗേറ്റിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗൗരി ബസ് ഇറങ്ങി വന്നതും സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് അവളുടെ ബാഗ് വാങ്ങാനായി കൈ നീട്ടി. എന്നാൽ ഗൗരി പെട്ടെന്ന് പിന്നോട്ട് മാറി. അവളുടെ മുഖം വിളറിയിരുന്നു, കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, വേണ്ട, ഇനി മുതൽ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തു പറ്റി ഗൗരി? പെട്ടെന്ന് എന്തു പറ്റി? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഗൗരി കടുത്ത സ്വരത്തിൽ പറഞ്ഞു, മറ്റുള്ളവർ നമ്മളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ഒന്നിച്ചു നടക്കുന്നത് ശരിയല്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടുക. ഇത്രയും പറഞ്ഞ് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. സിദ്ധാർത്ഥ സ്തംഭിച്ച് അവിടെ തന്നെ നിന്നുപോയി. ഇന്നലെ വരെ തന്നോട് സംസാരിച്ചിരുന്ന, തനിക്കൊപ്പം നടന്നിരുന്ന അവൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് അവന് മനസ്സിലായില്ല. അന്ന് മുഴുവൻ ക്ലാസ്സിൽ ഗൗരി ആരുമായും സംസാരിച്ചില്ല. അവൾ അവസാനത്തെ ബെഞ്ചിൽ തലകുനിച്ചിരുന്നു. സിദ്ധാർത്ഥ് പലവട്ടം അവളെ നോക്കിയെങ്കിലും അവൾ അവനെ അവഗണിച്ചു. ഉച്ചയായപ്പോൾ വരാന്തയിൽ വെച്ച് കാവ്യ ഗൗരിയെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ ഗൗരി വരുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ് ഗേറ്റിനരികിലെത്തി. അവൾ വന്നയുടനെ അവൻ അവളുടെ മുന്നിൽ കയറി നിന്നു. ഒരു നിമിഷം, നീ എനിക്കൊരു ഉത്തരം തന്നിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ, അവൻ കർശനമായി പറഞ്ഞു. ഗൗരി അവനെ നോക്കാതെ മാറി നടക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ? കാവ്യ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ടതും ഗൗരിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. അവൾ അവന് നേരെ തിരിഞ്ഞ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, പിന്നെ അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങളെ പോലുള്ള വലിയ മനുഷ്യർക്ക് ഞങ്ങളെ പോലുള്ളവരോട് വെറും സഹതാപം മാത്രമായിരിക്കും. 2 ദിവസം എന്റെ ബാഗ് പിടിച്ചപ്പോൾ കോളേജ് മുഴുവൻ എന്നെ കളിയാക്കുകയാണ്. എന്നെ വെറും ഒരു കളിപ്പാവയാക്കി മാറ്റരുത്. എന്റെ ഈ വൈകല്യത്തെ വകവയ്ക്കാതെ ഞാൻ ജീവിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ വന്ന് എന്റെ ജീവിതം കൂടുതൽ സങ്കീർണമാക്കാതിരിക്കും. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. സിദ്ധാർത്ഥ് അനങ്ങാതെ അവിടെ നിന്നു. ആദ്യമായി അവൻ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിലെ യഥാർത്ഥ വേദന കണ്ടു. അവളുടെ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തിലേക്കാണ് തറച്ചു കയറിയത്. താൻ അവളോട് കാണിച്ചത് കേവലം ഒരു സഹതാപമായിരുന്നില്ലെന്നും അതിനപ്പുറം അവളോട് തനിക്ക് അഗാധമായ എന്തോ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നും അവൻ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. പുറമെ എത്ര കരുത്തയാണെന്ന് നടിച്ചാലും ഉള്ളിൽ അവൾ എത്രമാത്രം തകർന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ആ നിമിഷം എന്ത് വില കൊടുത്തും അവളുടെ കണ്ണുനീർ തുടയ്ക്കണമെന്നും അവൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ നൽകണമെന്നും സിദ്ധാർത്ഥ് ഉറപ്പിച്ചു. ഗൗരിയുടെ ആ പൊട്ടിത്തെറി സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ ഹൃദയത്തിലേക്കാണ് വീണുടഞ്ഞത്. അന്നു മുതൽ സിദ്ധാർത്ഥിന്റെ പ്രകൃതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ക്യാമ്പസിലെ തന്റെ സ്ഥിരം സുഹൃത്ത് വലയങ്ങളിൽ നിന്നും അവൻ പതിയെ അകന്നു. ക്ലാസുകളുടെ ഇടവേളകളിൽ ക്യാൻറ്റീനിലെ ബഹളങ്ങളിൽ പങ്കെടുക്കുന്നതിന് പകരം അവൻ ലൈബ്രറിയുടെ ശാന്തതയിലോ അല്ലെങ്കിൽ ക്യാമ്പസിലെ വലിയ മരച്ചുവടുകളിലോ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ തുടങ്ങി. എങ്കിലും അവന്റെ കണ്ണുകൾ എപ്പോഴും ഗൗരിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ദൂരെ എവിടെയെങ്കിലും അവൾ ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ അവനൊരു സമാധാനം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം തന്റെ പണത്തിനും കാറിന്റെ പ്രതാപത്തിനും പിന്നാലെ വരുമ്പോൾ തന്നിൽ നിന്നും പരമാവധി അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഗൗരി അവനൊരു അത്ഭുതമായിരുന്നു. ബാഹ്യമായ വൈകല്യങ്ങൾക്കപ്പുറം തികച്ചും നിർമ്മലമായ അഭിമാനിയായ ഒരു പെൺകുട്ടിയെ അവൻ അവളിൽ കണ്ടു. ആ തിരിച്ചറിവ് അവനിൽ ഗൗരിയോടുള്ള ആദരവ് വർദ്ധിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ക്ലാസുകൾ കഴിഞ്ഞ സമയത്ത് അപ്രതീക്ഷിതമായി വലിയൊരു മഴ പെയ്തിറങ്ങി. ക്യാമ്പസിലാകെ മഴവെള്ളം തളം കെട്ടി. വിദ്യാർത്ഥികളെല്ലാം മഴയത്ത് നനയാതിരിക്കാൻ വരാന്തകളിലേക്കും ക്യാൻറ്റീനിലേക്കും ഓടിക്കയറി. ഗൗരിയും മെല്ലെ നടന്ന് ലൈബ്രറി കെട്ടിടത്തിന്റെ ഒരു വശത്തുള്ള ഇടുങ്ങിയ വരാന്തയിൽ മഴ മാറാനായി കാത്തുനിന്നു. അവളുടെ പക്കൽ കുടയുണ്ടായിരുന്നില്ല. ഇരുൾ വീണു തുടങ്ങിയിട്ടും മഴയുടെ ശക്തി കുറയുന്ന ലക്ഷണമില്ലായിരുന്നു. സമയമേറെ വൈകുന്നതിലുള്ള പരിഭ്രമം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കറുത്ത കുടയുമായി സിദ്ധാർത്ഥ് അവിടേക്ക് വന്നത്. അവൻ യാതൊന്നും മിണ്ടാതെ ആ കുട ഗൗരിക്ക് നേരെ നീട്ടി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. വേണ്ട, മഴ മാറുമ്പോൾ ഞാൻ പോയിക്കോളാം, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥിന്റെ ചുണ്ടുകളിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. ഈ മഴ ഇന്ന് തോരുമെന്ന് തോന്നുന്നില്ല. ഇരുട്ടു മുൻപ് വീട്ടിലെത്തേണ്ടേ? വാ, ഞാൻ ഗേറ്റ് വരെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അവൻ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. ഗൗരിക്ക് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരേ കുടകീഴിൽ അവർ ക്യാമ്പസിന്റെ ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. ചുറ്റും പെയ്യുന്ന മഴയുടെ ശബ്ദം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ നിശബ്ദതയിലും അവർക്കിടയിൽ വല്ലാത്തൊരു സാമീപ്യം ഉടലെടുത്തിരുന്നു. മഴവെള്ളത്തിൽ തെന്നി വീഴാതിരിക്കാൻ സിദ്ധാർത്ഥ് അവളുടെ ഓരോ ചുവടിലും ശ്രദ്ധ വെച്ചിരുന്നു. ആ മഴയാത്ര അവളുടെ ഉള്ളിലെ പല മുൻവിധികളെയും അലിയിച്ചു കളയുകയായിരുന്നു. പിറ്റേന്ന് കോളേജിൽ വീണ്ടും പുതിയ സംസാരങ്ങൾ തുടങ്ങി. സിദ്ധാർത്ഥും ഗൗരിയും തമ്മിലുള്ള ബന്ധം വെറുമൊരു സഹതാപമല്ലെന്നും അതിനപ്പുറം എന്തോ ഒന്ന് അവർക്കിടയിലുണ്ടെന്നും വിദ്യാർത്ഥികൾ അടക്കം പറഞ്ഞു തുടങ്ങി. ഈ വാർത്തകൾ കാവ്യയെ അക്ഷരാർത്ഥത്തിൽ ഭ്രാന്തിയാക്കി. തന്റെ കയ്യിൽ നിന്നും സിദ്ധാർത്ഥ് എന്നേക്കുമായി വഴുതിപ്പോവുകയാണെന്ന ഭയം അവളെ വേട്ടയാടി.
എന്ത് വില കൊടുത്തും ഗൗരിയെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിക്കണമെന്ന് കാവ്യ തീരുമാനിച്ചുറപ്പിച്ചു. അതിനിടയിലാണ് കോളേജിന്റെ വാർഷിക കലാമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ക്യാമ്പസ് മുഴുവൻ വലിയ ഉത്സവ ലഹരിയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി പരിപാടികൾ നിയന്ത്രിക്കാൻ മികച്ച ഭാഷാ നൈപുണ്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമം അധ്യാപകർ ആരംഭിച്ചു. പ്രധാന അവതാരികയായി തന്നെ തിരഞ്ഞെടുക്കുമെന്ന് കാവ്യയ്ക്ക് ഉറപ്പായിരുന്നു. ക്ലാസ്സിൽ അധ്യാപകൻ അവതാരികയുടെ പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കാവ്യയുടെ സുഹൃത്തുക്കൾ ഒന്നടങ്കം അവളുടെ പേര് വിളിച്ചു പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് പിൻനിരയിൽ നിന്നും സിദ്ധാർത്ഥ എഴുന്നേറ്റ് നിന്നു. സർ, ഗൗരിയുടെ പേര് കൂടി പരിഗണിക്കണം. അവൾക്ക് മികച്ച ശബ്ദവും നല്ല ഭാഷാ സ്വാധീനവുമുണ്ട്. സിദ്ധാർത്ഥ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ക്ലാസ് ഒന്നാകെ നിശബ്ദമായി. കാവ്യയുടെ മുഖം വിളറി വെളുത്തു. ഗൗരി ഞെട്ടലോടെ സിദ്ധാർത്ഥിനെ നോക്കി. ഇത്രയും വലിയൊരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. അധ്യാപകൻ ഗൗരിയോട് ചോദിച്ചപ്പോൾ അവൾ ഭയത്തോടെ പിന്മാറാൻ ശ്രമിച്ചു. എന്നാൽ സിദ്ധാർത്ഥ് അവൾക്ക് ധൈര്യം നൽകി. നിനക്ക് കഴിയും ഗൗരി, നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആ നോട്ടത്തിൽ അവൾക്കൊരു മാന്ത്രിക ശക്തി അനുഭവപ്പെട്ടു. അവൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം മുതൽ വാർഷികാഘോഷത്തിന്റെ പരിശീലനങ്ങൾ ആരംഭിച്ചു. ഗൗരിക്ക് കൂട്ടായി സിദ്ധാർത്ഥ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒഴിഞ്ഞ ക്ലാസ് മുറികളിൽ ഇരുന്ന് അവൻ സ്ക്രിപ്റ്റുകൾ വായിച്ച് പരിശീലിച്ചു. ആദ്യത്തെ സങ്കോചങ്ങൾ മെല്ലെ മാറി തുടങ്ങി. സിദ്ധാർത്ഥിന്റെ സാമീപ്യം ഗൗരിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകി. പരിശീലനത്തിനിടയിലെ തമാശകളിൽ ആദ്യമായി ഗൗരി അവന്റെ മുന്നിൽ മനസ്സ് തുറന്ന് ചിരിച്ചു. ആ ചിരി സിദ്ധാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു. വർഷങ്ങളായി അവൾ ഉള്ളിലൊതുക്കിയ വേദനകളുടെ മഞ്ഞുരുകുന്നതിന്റെ സൂചനയായിരുന്നു ആ പുഞ്ചിരി. ഒരു ദിവസം പരിശീലനം കഴിഞ്ഞ് വരാന്തയിൽ ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥ് ഗൗരിയോട് ചോദിച്ചു, എന്തിനാണ് ഗൗരി നീ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നത്? ഗൗരിയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അവൾ ദൂരേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ ഈ ശരീരം കണ്ട് മറ്റുള്ളവർ എപ്പോഴും സഹതാപത്തോടെയാണ് എന്നെ നോക്കുന്നത്. ചിലർ പരിഹസിക്കും. എനിക്കത് സഹിക്കാൻ കഴിയില്ല സിദ്ധാർത്ഥ്. ഞാൻ ആർക്കും ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അല്പം ഗൗരവത്തോടെ പറഞ്ഞു, ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതല്ല, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നിന്റെ കുറവുകളെക്കാൾ വലിയൊരു ഹൃദയം നിനക്കുണ്ട്. അത് തിരിച്ചറിയാത്തവരാണ് യഥാർത്ഥ വികലാംഗർ. ആ വാക്കുകൾ ഗൗരിയുടെ ഉള്ളിലെ ഇരുട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കി. അവൾ സിദ്ധാർത്ഥിനെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ തുടങ്ങി. അവർക്കിടയിലെ സൗഹൃദം അതിരുകൾ ഭേദിച്ച് മറ്റൊരു തലത്തിലേക്ക് വളരുകയായിരുന്നു. എന്നാൽ അവർ പോലും അറിയാതെ അവരെ നശിപ്പിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന കാവ്യയും അവളുടെ സുഹൃത്തുക്കളും ചേർന്ന് അവിടെ മെനയുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായുള്ള ശാന്തത മാത്രമായിരുന്നു അത്. വാർഷികാഘോഷത്തിന്റെ ദിവസം ഗൗരിയെ എല്ലാവർക്കും മുന്നിൽ വെച്ച് നാണം കെടുത്താനുള്ള പദ്ധതികൾ കാവ്യ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഗൗരിയുടെ ആത്മവിശ്വാസം തച്ചുടയ്ക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. കാലങ്ങൾക്കൊടുവിൽ ഗൗരി കണ്ടെത്തിയ ആ ചെറിയ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കുമോ എന്ന ഭയം ആ ക്യാമ്പസിലെ കാറ്റിന് പോലും ഉണ്ടായിരുന്നു. വാർഷികാഘോഷത്തിന്റെ പരിശീലനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. കോളേജ് ഓഡിറ്റോറിയത്തിലെ വലിയ സ്റ്റേജിൽ ഗൗരിയും സിദ്ധാർത്ഥും സ്ക്രിപ്റ്റുകൾ വായിച്ച് പരിശീലിക്കുന്ന തിരക്കിലായിരുന്നു. ഗൗരിയുടെ ശബ്ദത്തിലെ പതർച്ചകൾ പൂർണ്ണമായും മാറിയിരുന്നു. അവളുടെ വാക്കുകളിൽ ഒരു പുതിയ ആത്മവിശ്വാസം പ്രകടമായിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ പ്രോത്സാഹനവും സാമീപ്യവും അവളിൽ വരുത്തിയ മാറ്റം ക്യാമ്പസിലെ അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ഓഡിറ്റോറിയത്തിന്റെ ഒരു മൂലയിൽ അസൂയയുടെ തീജ്വാലകളുമായി കാവ്യയും സംഘവും നിൽപ്പുണ്ടായിരുന്നു. ഗൗരിയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അപ്പോൾ കാവ്യയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. തന്റെ പദ്ധതി നടപ്പിലാക്കാൻ അവൾ കൂട്ടുകാർക്ക് നിർദ്ദേശം നൽകി. പരിശീലനം സുഗമമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഓഡിറ്റോറിയത്തിന്റെ പിൻനിരയിൽ നിന്നും ചില ആൺകുട്ടികളുടെ വലിയ പൊട്ടിച്ചിരികൾ ഉയർന്നത്. കാവ്യയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയവരായിരുന്നു അവർ. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. അവരിൽ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കൊള്ളാം സിദ്ധാർത്ഥ്, നിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ടുണ്ട്. ഈ വികലാംഗയായ പെൺകുട്ടിയോട് സഹതാപം കാണിച്ച് നീ ഒരു വലിയ പുണ്യാളനാകാനുള്ള ശ്രമത്തിലാണല്ലേ? അതോ പുതിയൊരു കളിപ്പാട്ടത്തെ കിട്ടിയതിന്റെ സന്തോഷമാണോ? ഈ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് ഓഡിറ്റോറിയത്തിൽ മുഴങ്ങിയത്. അടുത്ത നിമിഷം അവിടെ കൂട്ടച്ചിരികൾ ഉയർന്നു. ആ വാക്കുകൾ ഗൗരിയുടെ നെഞ്ചിലേക്ക് ഒരു കൂരമ്പ് പോലെയാണ് തറച്ചു കയറിയത്. അവളുടെ കയ്യിലിരുന്ന സ്ക്രിപ്റ്റ് താഴേക്ക് വീണു. ലോകം മുഴുവൻ തന്നെ നോക്കി വീണ്ടും പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ് തന്നോട് കാണിക്കുന്ന സ്നേഹം വെറുമൊരു സഹതാപമാണോ എന്ന പഴയ ചിന്ത വീണ്ടും അവളുടെ ഉള്ളിൽ ഭയമായി നിറഞ്ഞു. അപമാനം കൊണ്ട് മുഖം കുനിച്ച് അവൾ ആരെയും നോക്കാതെ തന്റെ ഊന്നുവടിയും വെച്ച് വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അതേസമയം സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ അതുവരെ ആരും കാണാത്ത ഒരു രൗദ്രഭാവം നിറയുകയായിരുന്നു. അവൻ വേഗത്തിൽ സ്റ്റേജിൽ നിന്നും താഴേക്കിറങ്ങി. ആ പരിഹാസം ചൊരിഞ്ഞ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത അവൻ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. ഇനിയൊരു അക്ഷരം അവളുടെ പേരിൽ നിന്റെ വായിൽ നിന്നും വീണാൽ പിന്നെ നീ ഈ ക്യാമ്പസിൽ ഉണ്ടാകില്ല. സിദ്ധാർത്ഥിന്റെ അലർച്ചയിൽ ഓഡിറ്റോറിയം ഒന്നാകെ നിശബ്ദമായി. ഭയന്നുപോയ ആ വിദ്യാർത്ഥികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അതിനകം ഗൗരി അവിടെ നിന്നും പോയിരുന്നു. അവൾക്ക് പിന്നാലെ ഓടിയെത്താൻ സിദ്ധാർത്ഥ് ശ്രമിച്ചെങ്കിലും അവൾ ഒരു ഓട്ടോയിൽ കയറി ദൂരേക്ക് മറഞ്ഞിരുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ ഗൗരി കോളേജിൽ വന്നില്ല. സിദ്ധാർത്ഥ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അവളുടെ ഫോൺ നമ്പർ അവന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ആ അവസാനത്തെ ഒഴിഞ്ഞ ബെഞ്ചിലായിരുന്നു.
അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവന്റെ മനസ്സ് പിടഞ്ഞു. ഒടുവിൽ 3-ാം ദിവസം ഗൗരിയെ തേടി ഇറങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവളുടെ അഡ്രസ് കോളേജ് ഓഫീസിൽ നിന്നും സംഘടിപ്പിച്ച ശേഷം അവൻ തന്റെ കാറിൽ നഗരത്തിന്റെ അതിർത്തിയിലുള്ള ആ ചെറിയ പ്രദേശത്തേക്ക് തിരിച്ചു. വളരെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ച് അവൻ ആ വീടിന് മുന്നിലെത്തി. വളരെ ചെറിയൊരു വീട്. മുറ്റത്തൊരു തുളസിത്തറയും വീടിനോട് ചേർന്ന് ചെറിയൊരു പെട്ടിക്കടയും ഉണ്ട്. വലിയൊരു ആഡംബര കാർ വന്നു നിന്നപ്പോൾ ചുറ്റുമുള്ള ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാറിൽ നിന്നിറങ്ങിയ സിദ്ധാർത്ഥ് നേരെ ആ പെട്ടിക്കടയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ പ്രായമേറിയ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, ഗൗരിയുടെ അച്ഛൻ. ഇത്രയും വലിയൊരു സമ്പന്നനായ യുവാവ് എന്തിനാണ് അവിടെ വന്നതെന്ന് മനസ്സിലാകാതെ അദ്ദേഹം പരിഭ്രമത്തോടെ എഴുന്നേറ്റ് നിന്നു. നമസ്കാരം, ഞാൻ ഗൗരിയുടെ കൂടെ പഠിക്കുന്നതാണ്. അവൾ 2 ദിവസമായി കോളേജിൽ വരാത്തതുകൊണ്ട് വിവരമന്വേഷിക്കാൻ വന്നതാണ്, സിദ്ധാർത്ഥ് വളരെ വിനയത്തോടെ പറഞ്ഞു. ആ ശബ്ദം കേട്ടാണ് വീടിനുള്ളിൽ നിന്നും ഗൗരി പുറത്തേക്ക് വന്നത്. സിദ്ധാർത്ഥിനെ അവിടെ കണ്ടതും അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. താൻ സ്വപ്നം കാണുകയാണോ എന്ന് അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവന്റെ കണ്ണുകളിൽ യാതൊരു അഹങ്കാരവും ഇല്ലായിരുന്നു. പകരം അവളെക്കുറിച്ചുള്ള ആവലാതികൾ മാത്രമായിരുന്നു. എന്താ ഗൗരി, നീ വരാതിരുന്നത്? മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നീ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അവന്റെ വാക്കുകളിൽ സ്നേഹവും ശാസനയും ഒരുപോലെ ഉണ്ടായിരുന്നു. ആ നിമിഷം ഗൗരിയുടെ മനസ്സിലെ സകല സംശയങ്ങളും അലിഞ്ഞില്ലാതാകുകയായിരുന്നു. അവൻ തന്നെ തേടി സ്വന്തം വീട്ടിലേക്ക് വന്നത് അവളിൽ വലിയൊരു സുരക്ഷിതത്വം തോന്നിപ്പിച്ചു. നാളെ മുതൽ കോളേജിലേക്ക് വരണം എന്ന് നിർബന്ധിച്ച ശേഷം അച്ഛനോട് യാത്രയും പറഞ്ഞ് അവൻ മടങ്ങി. പിറ്റേന്ന് വാർഷികാഘോഷത്തിന്റെ തലേ ദിവസമായിരുന്നു. രാവിലെ കോളേജ് ഗേറ്റിൽ ഒരു പുതിയ ഊർജ്ജത്തോടെ ഗൗരി വന്നിറങ്ങി. സിദ്ധാർത്ഥ് അവളെ കണ്ടയുടനെ പുഞ്ചിരിയോടെ അരികിലെത്തി. വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ ഫൈനൽ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. എല്ലാവരും അവരവരുടെ പരിപാടികളുടെ അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു. സ്റ്റേജിൽ ഗൗരിയും സിദ്ധാർത്ഥും തങ്ങളുടെ ഭാഗം പരിശീലിക്കുകയാണ്. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഓഡിറ്റോറിയത്തിലെ മുഴുവൻ ലൈറ്റുകളും അണഞ്ഞു. എങ്ങും കൂരിരുട്ട് വ്യാപിച്ചു. അപ്രതീക്ഷിതമായ ഇരുട്ടിൽ വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇരുട്ടിൽ ഗൗരി വല്ലാതെ ഭയന്നു പോയി. മുന്നോട്ട് നടക്കാൻ ശ്രമിച്ച അവളുടെ ഊന്നുവടി ഒരു വയറിൽ തട്ടി തെന്നി മാറി. നിയന്ത്രണം നഷ്ടപ്പെട്ട അവൾ താഴേക്ക് വീഴാൻ പോയി. എന്നാൽ നിലത്ത് വീഴുന്നതിന് മുമ്പ് ശക്തമായ 2 കൈകൾ അവളെ താങ്ങി നിർത്തിയിരുന്നു. അടുത്ത നിമിഷം ജനറേറ്റർ പ്രവർത്തിക്കുകയും ഓഡിറ്റോറിയത്തിൽ വീണ്ടും വെളിച്ചം നിറയുകയും ചെയ്തു. വെളിച്ചം വന്നപ്പോൾ എല്ലാവരും കണ്ടത് സിദ്ധാർത്ഥിന്റെ കൈകളിൽ സുരക്ഷിതയായി ചേർന്ന് നിൽക്കുന്ന ഗൗരിയെയാണ്. ഭയം കൊണ്ട് അവളുടെ ഹൃദയം അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്ന് സിദ്ധാർത്ഥിനെ നോക്കി. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറച്ചു നിൽക്കുകയായിരുന്നു. ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. സദസ്സിലിരുന്ന് ഈ ദൃശ്യം കണ്ട കാവ്യയുടെ നെഞ്ചിടിപ്പ് നിന്നു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. സിദ്ധാർത്ഥ് ഗൗരിയോട് കാണിക്കുന്നത് വെറുമൊരു സഹതാപമോ നാടകമോ അല്ലെന്നും അവൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും കാവ്യയ്ക്ക് അപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. വലിയൊരു തോൽവി തന്നെ തുറച്ചു നോക്കുന്നത് അവൾ തിരിച്ചറിയുകയായിരുന്നു. നാളത്തെ വാർഷികാഘോഷം പുതിയ പല തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ആ ക്യാമ്പസ് അപ്പോൾ നിശബ്ദമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ക്യാമ്പസ് മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന വാർഷികാഘോഷത്തിന്റെ ദിനം വന്നെത്തി. സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ വലിയ ഓഡിറ്റോറിയം വർണ്ണവിളക്കുകളാലും പൂക്കളാലും സർവാംഗം അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു എങ്ങും. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അന്ന് ഗൗരിയും പ്രത്യേകം ഒരുങ്ങിയിരുന്നു. ഇളം നീല നിറത്തിലുള്ള വളരെ ലളിതമായൊരു ചുരിദാർ അണിഞ്ഞ് മുടി ഭംഗിയായി ഒതുക്കി വെച്ച് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുമായി അവൾ ഗേറ്റിലൂടെ കടന്നു വന്നു. എന്നും താഴ്ന്ന ശിരസുമായി നടന്നിരുന്ന ഗൗരിയുടെ കണ്ണുകളിൽ അന്ന് തിളക്കമുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ദൂരെ മാറി നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. യാതൊരുവിധ കൃത്രിമ ചമയങ്ങളും ഇല്ലാതിരുന്നിട്ടും ആ ക്യാമ്പസിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി അവളാണെന്ന് അവന് തോന്നി. ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു വ്യക്തിയുടെ ആന്തരികമായ കരുത്താണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. പരിപാടികൾ ആരംഭിച്ചു. ഓരോ കലാപരിപാടികളും സദസ്സിന്റെ നിറഞ്ഞ കയ്യടികളോടെ മുന്നേറി. ഒടുവിൽ പരിപാടിയുടെ പ്രധാന അവതാരികയായി മൈക്കിന് മുന്നിലേക്ക് ഗൗരി നടന്നെത്തി. അവൾ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഒരു നിമിഷം പൂർണ്ണ നിശബ്ദത പടർന്നു. പലരുടെയും മുഖത്ത് സംശയവും അത്ഭുതവുമായിരുന്നു. ആദ്യത്തെ നിമിഷത്തിൽ മൈക്ക് പിടിച്ച ഗൗരിയുടെ കൈകൾ നേരിയ തോതിൽ വിറച്ചുവെങ്കിലും സദസ്സിന്റെ മുൻനിരയിലിരുന്ന് പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവളിലെ സകല ഭയവും ഇല്ലാതായി. പിന്നീട് ഗൗരിയുടെ വാക്കുകളിൽ വല്ലാത്തൊരു മാന്ത്രികതയുണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല സ്ഫുടതയോടെ അവൾ പരിപാടികൾ നിയന്ത്രിച്ചു. അവളുടെ ഭാഷാസ്വാധീനവും സമയചിന്തയും അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തി. പരിപാടി അവസാനിപ്പിച്ചപ്പോൾ ഓഡിറ്റോറിയത്തിൽ മുഴങ്ങിയ നീണ്ട കരഘോഷം ഗൗരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. തന്നെ എക്കാലത്തും സഹതാപത്തോടെ മാത്രം നോക്കിയവർക്കിടയിൽ തലയുയർത്തി നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അഭിമാനം സ്ഫുരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗൗരിയുടെ ഈ വലിയ വിജയം ഉൾക്കൊള്ളാൻ കാവ്യയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിലെ അസൂയയും പകയും അതിന്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. ഗൗരിയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പരിപാടി കഴിഞ്ഞയുടനെ കാവ്യ തന്റെ സുഹൃത്തുക്കളുമായി നേരെ പോയത് ഗൗരിയുടെ ആ ചെറിയ വീട്ടിലേക്കാണ്. അവിടെ എത്തിയ അവർ ഗൗരിയുടെ അച്ഛനെ കണ്ട് ഏറ്റവും ക്രൂരമായ ചില നുണകൾ പറഞ്ഞു. നിങ്ങളുടെ മകൾ അവിടെ വലിയ പഠിപ്പിലാണെന്നാണോ നിങ്ങളുടെ വിചാരം?
അവൾ ക്യാമ്പസിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ കൂടെ കറങ്ങി നടക്കുകയാണ്. പാവപ്പെട്ട നിങ്ങളെ പോലുള്ളവരെ അവൻ വെറും നേരം പോക്കിനായി ഉപയോഗിച്ച് വലിച്ചെറിയും. അവളുടെ ഈ ശാരീരികാവസ്ഥ വെച്ച് അവസാനം ആരെങ്കിലും അവളെ ചതിച്ചാൽ നിങ്ങളുടെ കുടുംബം തന്നെ നശിച്ചു പോകും. വിഷം പുരട്ടിയ ആ വാക്കുകൾ അവിടെ ഇറക്കി വെച്ച് അവർ മടങ്ങി. ആ പാവം പിതാവിന്റെ മനസ്സിൽ അവയുടെ വാക്കുകൾ വലിയൊരു തീക്കനലാണ് കോരിയിട്ടത്. സ്വന്തം മകളുടെ വൈകല്യത്തെക്കുറിച്ചും തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും എപ്പോഴും ആകുലപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വൈകുന്നേരം വാർഷികാഘോഷത്തിന്റെ വലിയ സന്തോഷത്തോടെ വീട്ടിലെത്തിയ ഗൗരിയെ കാത്തിരുന്നത് അച്ഛന്റെ കോപമായിരുന്നു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം കർശനമായി പറഞ്ഞു, നാളെ മുതൽ നീ ആ കോളേജിൽ പോകേണ്ട. എത്ര വലിയ സ്വപ്നം കണ്ടാലും നമുക്ക് ചില അതിരുകളുണ്ട്, അത് ലംഘിക്കാൻ ശ്രമിക്കരുത്. ഗൗരി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് ശ്രമിച്ചു. സിദ്ധാർത്ഥ് അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞു നോക്കി. എന്നാൽ അദ്ദേഹം ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ആ രാത്രി മുഴുവൻ തന്റെ മുറിയിലെ ഇരുട്ടിലിരുന്ന് ഗൗരി വാവിട്ട് കരഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ലഭിച്ച ദിവസം തന്നെ ഇത്ര വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത് അവളെ തളർത്തി. 2 ദിവസം കഴിഞ്ഞിട്ടും ഗൗരിയെ കാണാതായപ്പോൾ സിദ്ധാർത്ഥ് വല്ലാതെ അസ്വസ്ഥനായി. അന്വേഷണങ്ങൾക്കൊടുവിൽ കാവ്യയുടെ നീചമായ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ അവൻ ഒട്ടും വൈകാതെ നേരെ പോയത് തന്റെ അമ്മയുടെ അടുത്തേക്കാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം ബിസിനസ് സാമ്രാജ്യം മുഴുവൻ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്ന ധൈര്യവും വിവേകവുമുള്ള കരുത്തുറ്റ സ്ത്രീയായിരുന്നു അവർ. സിദ്ധാർത്ഥ് ഗൗരിയെക്കുറിച്ചും അവളോടുള്ള തന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചും അമ്മയോട് തുറന്നു പറഞ്ഞു. തുടക്കത്തിൽ അവർക്ക് ചെറിയ ആശങ്കയുണ്ടായെങ്കിലും സിദ്ധാർത്ഥ് പറഞ്ഞു, അമ്മേ, ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം അവരുടെ ബാഹ്യരൂപത്തിലല്ല, അവരുടെ മനസ്സിലാണ്. ഗൗരിയുടെ ആ നല്ല ഹൃദയം മറ്റാർക്കുമില്ല. അവൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മകന്റെ കണ്ണുകളിലെ സത്യസന്ധത ആ അമ്മ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥിന്റെ കാർ വീണ്ടും ഗൗരിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. ഇത്തവണ അവനൊപ്പം അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. ഗൗരിയുടെ അച്ഛൻ ഭയത്തോടെയും പരിഭ്രമത്തോടെയുമാണ് അവരെ സ്വീകരിച്ചത്. വീടിന്റെ വരാന്തയിൽ ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ശേഷം സിദ്ധാർത്ഥിന്റെ അമ്മ വളരെ ശാന്തമായി പറഞ്ഞു, ഞങ്ങൾ വന്നത് നിങ്ങളുടെ മകളെ എന്റെ മകന് വേണ്ടി ചോദിക്കാനാണ്. ഇത് കേട്ട് ഗൗരിയുടെ അച്ഛൻ സ്തംഭിച്ചു പോയി. താൻ കേട്ടത് സത്യമാണോ എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. പക്ഷേ എന്റെ മകൾ, അവൾക്ക് പൂർണ്ണമായും ഒരു കാലിന്റെ സ്വാധീനമില്ല. നിങ്ങളുടെ ലോകവുമായി ഞങ്ങൾക്ക് യാതൊരു പൊരുത്തവുമില്ല എന്ന് അദ്ദേഹം തടസ്സപ്പെടുത്തി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം അറിയാം. അവളുടെ കുറവുകളേക്കാൾ അവളുടെ നല്ല ഗുണങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഞങ്ങൾ വിലമതിക്കുന്നത്. നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലെ മകളായി കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. വാതിൽക്കൽ പതുങ്ങി നിന്നിരുന്ന ഗൗരി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകിയിറങ്ങി. കാലങ്ങളായി താൻ അനുഭവിച്ച അവഗണനകൾക്കും പരിഹാസങ്ങൾക്കുമുള്ള ഏറ്റവും മനോഹരമായ മറുപടിയായിരുന്നു അത്. ഒടുവിൽ കണ്ണീരോടെ ആ അച്ഛൻ അവരുടെ ബന്ധത്തിന് പൂർണ്ണമായും സമ്മതം നൽകി. 2 ആഴ്ചകൾക്ക് ശേഷം ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സിദ്ധാർത്ഥ വലിയൊരു പാർട്ടി സംഘടിപ്പിച്ചു. കോളേജിലെ മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അവൻ ക്ഷണിച്ചിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ചുവന്ന നിറത്തിലുള്ള അതിമനോഹരമായ ഒരു പട്ടുസാരി ഉടുത്ത് ഗൗരി അവിടെ വന്നിറങ്ങി. സിദ്ധാർത്ഥ എല്ലാവർക്കും മുന്നിൽ വെച്ച് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അത് തങ്ങളുടെ വിവാഹ നിശ്ചയമാണെന്ന് അവൻ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചപ്പോൾ ഓഡിറ്റോറിയം വലിയൊരു കരഘോഷത്തോടെ അത് ഏറ്റെടുത്തു. ഒരു കാലത്ത് അവളെ സഹതാപത്തോടെ മാത്രം നോക്കിയവർ ഇന്ന് അത്ഭുതത്തോടെയും വലിയ ആദരവോടെയും അവളെ നോക്കി നിന്നു. എന്നാൽ സദസ്സിന്റെ ഒരു കോണിൽ സ്വന്തം അഹങ്കാരത്തിന്റെയും അസൂയുടെയും ഭാരമിറക്കി വെക്കാനാകാതെ കാവ്യ തലകുനിച്ച് നിൽപ്പുണ്ടായിരുന്നു. യഥാർത്ഥ സ്നേഹത്തിന് മുന്നിൽ പണത്തിനോ പ്രതാപത്തിനോ ശാരീരികമായ കുറവുകൾക്കോ യാതൊരു പ്രസക്തിയുമില്ലെന്ന് ക്യാമ്പസ് അന്ന് തിരിച്ചറിഞ്ഞു. കാലം അതിവേഗം കടന്നുപോയി. സിദ്ധാർത്ഥിന്റെയും ഗൗരിയുടെയും വിവാഹം വളരെ ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു ചടങ്ങായി നടന്നു. സിദ്ധാർത്ഥിന്റെ പണത്തിന്റെ തണലിൽ വെറുമൊരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ ഗൗരി തയ്യാറായിരുന്നില്ല. അവളുടെ ഉള്ളിലെ സ്വപ്നങ്ങൾക്ക് സിദ്ധാർത്ഥും അവന്റെ അമ്മയും വളമായി മാറി. ഊന്നുവടിയിൽ നടന്നിരുന്ന ആ പെൺകുട്ടിക്ക് പറക്കാൻ സ്വന്തമായി ഒരു ആകാശം അവർ തുറന്നു കൊടുത്തു. സിദ്ധാർത്ഥിന്റെ പൂർണ്ണ പിന്തുണയോടെ ഗൗരി തന്റെ ബിരുദാനന്തര ബിരുദവും പിന്നീട് ഡോക്ടറേറ്റും 1ാം റാങ്കോടെ പൂർത്തിയാക്കി. 5 വർഷങ്ങൾക്കിപ്പുറം സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ദിനം അലങ്കരിച്ച അതേ ഓഡിറ്റോറിയത്തിൽ ഇന്ന് പഴയതിലും ഇരട്ടി ആളുകളുണ്ട്. നഗരത്തിലെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്ത ആ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയെ വഹിച്ച് ഒരു വെള്ള നിറത്തിലുള്ള കാർ കടന്നു വന്നു. കാറിൽ നിന്നിറങ്ങിയത് മറ്റാരുമായിരുന്നില്ല, ഡോക്ടർ ഗൗരി സിദ്ധാർത്ഥ്. കയ്യിൽ മനോഹരമായി കൊത്തുമണികൾ ചെയ്ത ഒരു പുതിയ ഊന്നുവടിയുമായി മുഖത്ത് വല്ലാത്തൊരു തേജസ്സോടെ ഗൗരി കാറിൽ നിന്നിറങ്ങി. ഇന്ന് ആരും അവളെ നോക്കി സഹതാപത്തോടെ ചിരിക്കുന്നില്ല, മറിച്ച് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ ബഹുമാനത്തോടെ അവൾക്ക് വഴിമാറിക്കൊടുത്തു. സദസ്സിന്റെ മുൻനിരയിൽ തങ്ങളുടെ 3 വയസ്സുകാരിയായ മകളെയും മടിയിലിരുത്തി അഭിമാനത്തോടെ സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. മുൻപ് ഗൗരിയെ ക്രൂരമായി പരിഹസിച്ചിരുന്ന കാവ്യ ഇന്ന് ആ കോളേജിലെ ഒരു സാധാരണ അധ്യാപികയാണ്. സദസ്സിലിരുന്ന് കുറ്റബോധത്തോടെ അവൾ ഗൗരിയെ നോക്കി. താൻ പണ്ട് പരിഹസിച്ച ഊന്നുവടി ഇന്ന് ഗൗരിയുടെ പരാജയമല്ല, മറിച്ച് വിജയത്തിന്റെ കിരീടമാണെന്ന് കാവ്യയ്ക്ക് മനസ്സിലായി. സ്റ്റേജിൽ മൈക്കിന് മുന്നിലെത്തിയ ഗൗരി സദസ്സിനെ നോക്കി പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് ഇതേ കോളേജിന്റെ പടവുകളിൽ എന്റെ പുസ്തകങ്ങൾ ചിതറി വീണപ്പോൾ അത് പെറുക്കിയെടുക്കാൻ എന്നെ സഹായിച്ചത് ഒരാൾ മാത്രമായിരുന്നു. അന്ന് അദ്ദേഹം എനിക്ക് തന്നത് പുസ്തകങ്ങളല്ല,
ഒരിക്കലും തകരാത്ത ആത്മവിശ്വാസമായിരുന്നു. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ തളർത്താൻ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടാകും. എന്നാൽ ആ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അവളുടെ വാക്കുകൾക്ക് സദസ്സ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഊന്നുവടിയുടെ സഹായത്തോടെയെങ്കിലും ഗൗരി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പറക്കുകയായിരുന്നു. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും അപാരമായ ആകാശത്ത് തന്റേതായ അദൃശ്യമായ ചിറകുകളിലേറി. സൃഷ്ടിയുടെ വൈവിധ്യങ്ങളിൽ ചിലർക്ക് പൂർണ്ണത നൽകുമ്പോഴും മറ്റു ചിലർക്ക് ബാഹ്യമായ ചില കുറവുകൾ പ്രകൃതി നൽകിയേക്കാം. എന്നാൽ ആ കുറവുകളെ നോക്കി സഹതപിക്കാനോ പരിഹസിക്കാനോ ഉള്ളതല്ല മനുഷ്യജന്മം. ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം ഒരാളുടെ ആന്തരികമായ സൗന്ദര്യത്തെയും ഉൾക്കരുത്തിനെയും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. ഈ ലോകത്ത് ഏറ്റവും വലിയ വൈകല്യം ശരീരത്തിൻ്റെതല്ല, മറിച്ച് സ്നേഹിക്കാനും സഹജീവികളെ മനസ്സിലാക്കാനും കഴിയാത്ത അഹങ്കാരം നിറഞ്ഞ മനസ്സിൻ്റെതാണ്. സമൂഹത്തിന്റെ പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ഒരിക്കലും ദയയോ സഹതാപമോ അല്ല, മറിച്ച് അവരെയും തുല്യരായി അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സാണ്. വേദനകളുടെ ഇരുട്ടിൽ പകച്ചു നിൽക്കുന്ന ഒരാൾക്ക് നേരെ നീളുന്ന സ്നേഹത്തിന്റെ ഒരു ചെറിയ കൈത്താങ്ങ് മതി അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. പണവും പ്രതാപവും ബാഹ്യ സൗന്ദര്യവും കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇല്ലാതാകുന്ന വെറും മിഥ്യകൾ മാത്രമാണ്. എന്നാൽ ഒരുവന്റെ ഹൃദയത്തിലുള്ള നന്മയും നിസ്വാർത്ഥമായ സ്നേഹവും എക്കാലത്തും പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ തളർത്താൻ ഈ ലോകത്ത് ആയിരങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ കുറവുകൾക്കിടയിലും അവരിലെ നന്മകളെയും കഴിവുകളെയും കണ്ടെത്തി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അത് പണത്തിനോ പ്രതാപത്തിനോ സൗന്ദര്യത്തിനോ മുന്നിൽ അടിയറവ് പറയുന്നില്ല. സ്വന്തം പരിമിതികളെ ഓർത്ത് സ്വയം ശപിക്കാതെ തന്നിലുള്ള വിശ്വാസം കൈവിടാതെ പോരാടുന്ന ഏതൊരാൾക്കും ഈ ലോകത്ത് വലിയ വിജയങ്ങൾ വെട്ടിപ്പിടിക്കാൻ കഴിയും. മറ്റുള്ളവർ തനിക്ക് നേരെ എറിയുന്ന പരിഹാസത്തിന്റെ കല്ലുകളെ കൊണ്ട് തന്നെ വിജയത്തിന്റെ കോട്ടകൾ പണിയാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. തന്നെ അധിക്ഷേപിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി എന്നത് പകരം വീട്ടുക എന്നതല്ല, മറിച്ച് സ്വന്തം ജീവിതം കൊണ്ട് ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുക എന്നത് മാത്രമാണ്. അവിടെ ശാരീരികമായ കുറവുകളോ ദാരിദ്ര്യമോ ഒന്നും ഒരു തടസ്സമല്ല. കാരണം ഒരാളുടെ ഉള്ളിൽ സ്വപ്നം കാണാനുള്ള അപാരമായ ഒരു ആകാശവും ആ സ്വപ്നങ്ങളിലേക്ക് പറന്നെത്താൻ കൂട്ടിന് സ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അദൃശ്യമായ ചിറകുകളും ഉണ്ടെങ്കിൽ ഈ ലോകത്തെ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന സുന്ദരമായ സന്ദേശമാണ് ഈ കഥ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. ഒരല്പം കാരുണ്യവും പിന്തുണയും ഉണ്ടെങ്കിൽ കൊഴിഞ്ഞുപോയി എന്ന് നാം കരുതിയ പല ജീവിതങ്ങളും കൂടുതൽ ശോഭയോടെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശരീരത്തിന്റെ കുറവുകളേക്കാൾ ഉപരി മനുഷ്യന്റെ മനസ്സിനാണ് നാം വില നൽകേണ്ടത് എന്ന കാലാതീതമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥയുടെ കാതൽ. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോക്ക് ഹൈപ്പും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പുതിയൊരു കഥയുമായി കാണുന്നവരെ സ്നേഹത്തോടെ നന്ദി മാത്രം.